ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാൻ പോവാണ്. എന്തിനെ കുറിച്ചാണെന്നുള്ളേ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ബിഗ് ബോസിൽ ജെൻസി പിള്ളേരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, റെന ഫാത്തിമ. ഓഫ് കോഴ്സ് 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ റെന ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വേർഡാണ് ജെൻസി, ജെൻസി, ജെൻസി. സോ വാട്ട് ഇസ് ജെൻസി ഗൈസ്? സത്യം പറഞ്ഞാൽ ഈ ജെൻസി ആരാണെന്നോ അവരുടെ ചെയ്തികൾ എന്താണെന്നോ എന്താണ് അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നോ അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, ടു ബി ഓണസ്റ്റ്. സോ ഞാൻ ഇന്ന് ഒരു റിസർച്ച് നടത്താൻ പോവാണ്. എങ്ങനെ നമുക്ക് ജെൻസി ആവാം, എനിക്കും ജെൻസി ആവണം. ആരാണ് ഈ ജെൻസി? ഞാൻ ജെൻസി ആവാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ജെൻസി ആവാം എന്നൊക്കെ നമുക്ക് റെനേനെ കണ്ട് നമുക്കൊന്ന് പഠിക്കാം. റെന എന്തൊക്കെയാണ് ഒരു ആസ് എ ജെൻസി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അപ്പൊ അത് കണ്ട് നമുക്കൊന്ന് ജെൻസി ആവാൻ നോക്കാം ഗൈസ്. അപ്പൊ എങ്ങനെയൊക്കെ ജെൻസി ആവാന്നുള്ളതാണ്. അപ്പൊ ജെൻസി എന്താണെന്നുള്ളത് റെനയുടെ ക്യാരക്ടറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബോയ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ അവരെക്കാളും നമ്മുടെ അച്ഛനും അമ്മേനെയും സഹോദരങ്ങളെക്കാളും ഒരു പടി മണ്ടയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ വെക്കണം. അപ്പോഴാണ് നമ്മൾ ജെൻസി ആവും. ഫുള്ളായിട്ട് ആവത്തില്ല. അതിൻ്റെ ഒരു ടിപ്പാണ്, നമ്മൾ നമ്മുടെ ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ നമ്മുടെ അച്ഛനും അമ്മേനേക്കാളും ഒരു പടി മണ്ടയിൽ വെക്കണം എന്നുള്ളതാണ്. സോ അത് നമുക്ക് കാണിച്ചെന്ന് പറയുന്ന എയർപോർട്ടിൽ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി വന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു സീൻ നമ്മൾ എല്ലാവരും കണ്ടതാണ്. റെനയുടെ ഉമ്മ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, കൊച്ചുണ്ട് അവിടെ. ഈ റെന പോയ സമയത്ത് ഈ ഈ പൊടി കൊച്ചും ഈ തള്ളയാണ് റെനയുടെ യൂട്യൂബ് ചാനലിൽ കയറി റെനെ ഒരുപാട് വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പാവം, അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം ട്രൈ ചെയ്തു തന്റെ മകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആലിബിനിന്ന് ഞാൻ കണ്ടില്ല അപ്പോഴ്, എന്താവട്ടെ. പക്ഷെ നമ്മൾ ജെൻസി ആവാൻ പോവാണ് ഗൈസ്. അപ്പൊ നമ്മള് റെന ചെയ്ത പോലെ നമ്മുടെ ബോയ് ഫ്രണ്ടിനെ നമ്മുടെ ഗേൾ ഫ്രണ്ടിനെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പം ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് എവിടെ വെച്ച് കണ്ടാലും ഹഗ് ചെയ്യണം. അത് നമ്മുടെ പാരന്റ്സിന്റെ മുമ്പ് വെച്ച് ഹഗ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ടിപ്പ്. പിന്നെ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ, പിന്നെ നമുക്ക് 12 വയസ്സ് തൊട്ടൊക്കെ റിലേഷൻഷിപ്പില് കയറാം, നമുക്ക് ട്രിപ്പ് പോവാം, പാരന്റ്സിന്റെ ഒക്കെ മുമ്പ് വെച്ച് നമുക്ക് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അങ്ങനെയൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം ഓർത്തു പോകുന്നു. പിന്നെ അവർക്ക് നമ്മുടെ വീട്ടിൽ വരാം, നമുക്ക് അവരെ വീട്ടിൽ പോവാം. തള്ളയും തന്നേന്നൊന്നും വേണ്ട, എല്ലാത്തിനെയും അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ബോയ് ഫ്രണ്ടിനെയും നമ്മുടെ ഗേൾ ഫ്രണ്ടിനെയും ചേർത്ത് നിർത്തുക. അതാണ് ജെൻസിയുടെ വേറൊരു പര്യായം. സോ അതാണ് നമുക്ക് റെന കാണിച്ചു തന്നത്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നതും ഈ ജെൻസി റെനയുടെ കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. റെനയാണ് എനിക്ക് ഒരു പരിധി വരെ എന്താണ് ജെൻസി എന്ന് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ജെൻസി പിള്ളേർക്ക് കുറച്ച് മെച്യൂരിറ്റി കൂടുതലാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും പറയുന്നത്, നമ്മൾ കുഞ്ഞിലെ നമ്മൾ മുട്ടത്തോട് പോകുന്നതിന് മുമ്പേ നമ്മൾ ഒരാളെ കണ്ടുപിടിക്കണം, അത് നമ്മുടെ പാരൻസിനോട് പ്രസന്റ് ചെയ്യണം. പാരൻസ് എതിർക്കാൻ പാടില്ല. എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീഡത്തിനെ കുറിച്ചും നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. സോ അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അവരെ ഉറപ്പായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് സമ്മതിക്കണം. അപ്പൊ പിന്നെ നമ്മൾ ഡേറ്റിന് പോവുക, നമ്മള് നൈറ്റ് കറങ്ങാൻ പോവുക, വേറെ വേറെ ട്രിപ്പിന് പോവുക, വേറെ രാജ്യങ്ങളിലും വേറെ സ്ഥലത്തൊക്കെ നമുക്ക് കറങ്ങാൻ പോവുക. ഇതിനൊന്നും നമ്മുടെ പാരൻസ് നമ്മളെ എതിർക്കാൻ പാടില്ല. അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പറയാം. നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, കിടക്കട്ടെ അവിടെ. വയസ്സ് ഞാൻ കുറച്ച് സീരിയസ് ആവുമ്പോഴാണ്. ഇപ്പൊ 23, 24 വയസ്സൊക്കെയുള്ള യുവാക്കളുണ്ടല്ലോ, ഇവര് 90s അമ്മാവന്മാരെയും മാമിമാരെയൊക്കെ കുറ്റം പറയണ അതായത് ഒരു 1999 വരെയുള്ള ആ ഒരു പീരീഡ് വരെയുള്ള ആൾക്കാരെ 90s വസന്തങ്ങൾ എന്നൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കുമായിരുന്നു. ഞാനും അതിനകത്ത് പെടും. അങ്ങനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. നമുക്ക് ശേഷം വന്ന ഇപ്പം 18, 19 ആ ഒരു പീരീഡിലുള്ള പിള്ളേര് നമ്മളെ കാണുമ്പോൾ ഉള്ളൊരു പുച്ഛമുണ്ട് ഗൈസ്. അത് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നു 4-5 വയസ്സിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവന്മാരെ ജെൻസി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജെൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 17, 18, 19 ആ ഒരു പീരീഡ്, ആ ഒരു പ്രായമുള്ള പിള്ളേരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
സോ ഈ റേന ഫാത്തിമയ്ക്കൊക്കെ 19 വയസ്സാണ്. ഈ കൊച്ചൊക്കെ ജെൻസീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു വന്ന നമ്മുടെ റേന ചെയ്ത ആ ഒരു ആക്ട് ഉണ്ടല്ലോ, നേരെ പോയി ആലിഫിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു റൊമാൻറ്റിക് സീൻ, സ്വന്തം ഉമ്മായും സ്വന്തം കുഞ്ഞു പെങ്ങളും സൈഡിൽ നിന്ന് കരയാണ്. നമ്മള് അവരെ ഒന്ന് കാണാതെ പോവരുത് റെന. ചെന്ന് ഹഗ് ചെയ്യുന്ന അവനെ പിടിവിടല്ല, അവന് ഉടുമ്പ് പിടിച്ചു വെച്ചേക്കുന്ന പോലെ. അവനാണെങ്കിൽ ഭയങ്കര ഷൈ ആണ്, പുല്ല് വിടണതും ഇല്ല, ഒരുമാതിരി ഉടുമ്പ് പിടിച്ചു വെച്ചേക്കുന്ന പോലെ. കുറെ ക്യാമറയും തൂക്കി പിടിച്ചോളും ചേട്ടന്മാർ അവിടേക്ക് നടപ്പുണ്ട്. അപ്പൊ ഇവനാകെ ഭയങ്കര ഷൈ ആയി, നാണക്കേടായത് പോലെയായി ആ പയ്യൻ നിൽക്കുന്നത്. ഉമ്മ എന്തായാലും വഴി മാറിക്കൊടുത്തു. അപ്പൊ ഇതാണ് ജെൻസി എന്ന് പറയുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എല്ലാ പിള്ളേരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജെൻസി ആയാൽ എങ്ങനെയായിരിക്കും? ഇനി എനിക്ക് ആ ഒരു ഏജ് കഴിഞ്ഞു പോയി. നമ്മളൊക്കെ വളർന്നു വന്ന സിറ്റുവേഷനും ഈ കൊച്ചൊക്കെ വളർന്നു വന്ന സിറ്റുവേഷനൊക്കെ വേറെ വേറെയാണ്. ഇവളുടെ പ്രായത്തിൽ ഞാനാണ് ഇപ്പൊ ഈ ബോയ് ഫ്രണ്ടിനെ പോയി എന്റെ ഉമ്മയുടെ മുമ്പ് വെച്ച് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നെ ഒരു 10-20 കഷണമാക്കി വേറെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ടേനെ. ഒരു 5 വയസ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് ഗൈസ്. സീരിയസ്ലി എനിക്ക് ആ ഒരു സംഭവത്തിനോട് വലിയ യോജിപ്പൊന്നുമില്ല. സ്കൂളിൽ പഠിക്കാൻ പോണ പിള്ളേര് സ്കൂളിൽ പോയി പഠിക്കണം, അല്ലാതെ കാമുകന്മാരെ കൂടെ കറങ്ങി നടക്കുകയല്ല വേണ്ടത്. ഇത്തിരി വസന്തം എന്ന് വിളിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഇതൊക്കെ ചെറ്റത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. സ്വന്തം ഉമ്മ സൈഡിൽ നിൽപ്പുണ്ട്, അവരെ മറികടന്ന് ആ പയ്യനെ ഹഗ് ചെയ്തു, ഓക്കെ. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ് അവനോടുള്ള സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ടും ആ ഉമ്മ അങ്ങനെ നിപ്പുണ്ട്. ചിലപ്പോൾ അവര് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവരുടെ വ്ലോഗ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ആലിഫിനെ മാത്രം പോയി ഹഗ് ചെയ്തു? സ്വന്തം ഉമ്മ സൈഡിൽ ഇങ്ങനെ നിപ്പുണ്ട്. സോ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നി. അത് ആ കൊച്ചിൻ്റെതായ ശരിയും തെറ്റൊക്കെ കാണും. അതാണ് ജെൻസി പിള്ളേരെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും എന്തോ പോലെയായി. ദേഷ്യമൊന്നുമല്ല, ഞാൻ തന്നെ ആ കൊച്ചിനോട് ദേഷ്യപ്പെടണം, പക്ഷെ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഓക്വേർഡ്, നമുക്ക് എന്തോ പോലെയായി. ബിക്കോസ് നമ്മൾ അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഞാനൊക്കെ വളർന്നത് 19 വയസ്സുള്ളൊരു കൊച്ചാണ്. അപ്പോൾ ഞാനൊക്കെ വളർന്നു വന്ന സിറ്റുവേഷനും ഈ കുട്ടി ചെയ്ത പോലെ ഞാനാണ് പോയി ഹഗ് ചെയ്തിരുന്നെങ്കിലുള്ള എൻ്റെ അവസ്ഥ ഇതൊക്കെ ഞാൻ ആലോചിച്ചു പോയി. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനൊക്കെയാണ് ജെൻസി എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് ജെൻസി ആവണ്ട. എന്നെ ഇനി ജെൻസി ആവാനും എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. എനിക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഓപ്പൺ ആയിട്ട് മമ്മി ഇതെന്റെ ബോയ് ഫ്രണ്ടാണ് വിളിക്കുന്നത് എന്ന് ഞാൻ ഒരു 30 വയസ്സിൽ പോയി പറഞ്ഞാലും ഇറങ്ങി പോടി വീട്ടിൽ നിന്ന് എന്ന് പറയും. ജെൻസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിനൊക്കെ പോവാം. ഞാനും അങ്ങനെ റണയെ പോലെ ആകുന്നതിനെ കുറിച്ച് എല്ലാം കഴിഞ്ഞതാണല്ലോ. അത് ഞാൻ ഉള്ളതുപോലെ പറയും. അല്ല, അപ്പൊ ഞാൻ അങ്ങനെ ആവണതിനെ കുറിച്ച് ഞാൻ നാളെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നതിനെ പറ്റി എന്താണ്? 19 വയസ്സ് കഴിഞ്ഞല്ലോ എനിക്ക്. ഞാൻ ജെൻസി ആവാൻ തീരുമാനിച്ചു. അമ്മയുടെ അഭിപ്രായം ഞാൻ ആ പോക്കെ അങ്ങ് പോവും. പിന്നെ അവന്മാര് 2 ദിവസം കൊണ്ട് കിടന്നിട്ട് അവന്മാര് വലിച്ചെറിയും. അതോടുകൂടി കഴിഞ്ഞു സ്വാഹ. പിന്നെ റെനെ, പിന്നെ അവൻ എന്താണ് അവന്റെ പേര്, ആലിബ്. ആലിബൈ. അതാണ് ജെൻസി പിള്ളേര്. ഞാൻ ജെൻസി ആവണതിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? പറയൂ. എന്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ നാളെ കൊണ്ടുവരട്ടെ അങ്ങോട്ട്. പറയടാ. ലിയോ